എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സമൂസയുടെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 3 സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 പച്ചമുളകും. മുളക് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതും അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഈ ബീഫ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ഉപ്പും ഇത്രയും ചേർത്ത് കുക്കറിൽ വേവിച്ചു. എന്നിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലായിടത്തും സവാളയും ഇറച്ചിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, സവാളയെ വരട്ടിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കുക, എന്നിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു സമൂസയുടെ പുറമേയുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന പോലെ എല്ലായിടത്തേക്കും ഈ നെയ്യ് എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. പച്ചവെള്ളം മതി. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തോർത്തുകൊണ്ട് മൂടിയിട്ട് ഒരു അരമണിക്കൂർ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അത് ചെറിയ പരത്തിയെടുക്കുക ചെയ്യേണ്ടത്. നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കണേ. കുറച്ച് മൈദ തൂവിയിട്ട് നമ്മൾ നല്ല പോലെ വലുതാക്കി പരത്തിയെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിനെ 4 ഭാഗമാക്കിയിട്ട് മുറിക്കുക. കറക്റ്റ് സെൻറ്ററിലൂടെ വരച്ചാൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് 4 ഭാഗമായിട്ട് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗമല്ല, മറ്റേ ഭാഗം ഉണ്ടല്ലോ, ആ മറ്റേ ഭാഗം പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ അമർത്തിയാൽ മതി, പെട്ടെന്ന് അത് ഒട്ടിക്കോളും. ഒരു തരത്തിലുള്ള വിടവും ഉണ്ടാവരുത്. അപ്പോൾ പിന്നെ അതിൽ കൂടെ മസാല പുറത്തേക്ക് വരും. വിടവൊന്നും ഇല്ലാതെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. ഇപ്പോൾ ആ ഷേപ്പ് വന്നല്ലോ. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കാം. ആവശ്യത്തിനുള്ള, ഒരുപാട് കുത്തി നിറയ്ക്കരുത്, പാകത്തിനുള്ള ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ അങ്ങോട്ട് സീൽ ചെയ്യുക. എല്ലാ ഭാഗവും ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഒരു ഷീറ്റും ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കുക. റെഡിമെയ്ഡ് ഷീറ്റിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സമൂസ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കൂടെ കാണിക്കാം. ഇതിപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഒന്നും വിചാരിക്കരുത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അറിയുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നൂല. അപ്പോൾ അറിയാത്തവർ കാണട്ടെ.
ഈ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് നിറയ്ക്കാം. അപ്പോൾ ഇത്ര ഞാൻ ഈ പറഞ്ഞ അളവ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 24ഓളം സമൂസ, 24 25 ഇത്ര വലുപ്പത്തിലുള്ള 24 25 സമൂസയൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് പകുതി മാവ് വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ല പോലെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബാക്കിയുള്ള മാവ് വെച്ച് വേറെ ഷേപ്പിൽ സമൂസ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സമൂസയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്